ആദ്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ആദ്യേട്ട എന്നോട് സത്യം പറയോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ ശിവ? അവൻ തിരികെ ചോദിച്ചു. ഏട്ടന് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇന്ന് വിവാഹത്തിനൊക്കെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അയാളെ ഞാൻ മിസ് ചെയ്യാനോ? ഞാൻ അയാളെ ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല ശിവ. സത്യം പറഞ്ഞാൽ പാറുവിൻ്റെ കാര്യം അയാളോട് പറയണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ ഓർത്തത്. അതിപ്പോഴും എന്നെ കുത്തി നോവിക്കുന്നുണ്ട്. ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ടാ എൻ്റെ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്കാ ഞാൻ അയാളോടും അമ്മയോടും എൻ്റെ പ്രണയത്തെപ്പറ്റി പറഞ്ഞത്. ഞാൻ വരുമ്പോഴേക്കും കല്യാണം ആലോചിച്ച് വെച്ചാ വരുമ്പോൾ വിവാഹം കഴിക്കാലോ, അങ്ങനെയൊക്കെ കരുതിയിട്ടാ. പക്ഷെ ഒന്നും വേണ്ടായിരുന്നു എന്ന് പിന്നീടാ തോന്നിയേ. അമ്മയോട് പറഞ്ഞാലും അയാളോട് ഒരിക്കലും പറയരുതായിരുന്നു. കുഞ്ഞുനാൾ മുതലേ നിനക്കറിയാലോ അയാളുടെ സ്വഭാവം. അയാൾ അതുപോലെ വിഷമിപ്പിച്ചിട്ടുണ്ട് അമ്മയെ. അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് അയാൾ മറ്റു സ്ത്രീകളുമായിട്ടായിരുന്നു ബന്ധം പുലർത്തിയിരുന്നത്. എങ്ങനെയോ ഞാനുണ്ടായിപ്പോയെന്നല്ലാതെ ആത്മാർത്ഥമായി എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും എൻ്റെ അമ്മ അയാളെ സ്നേഹിച്ചിരുന്നു. ഭർത്താവ് ദൈവം എന്നുള്ള രീതിയിലാണ് എൻ്റെ അമ്മ അയാളെ സ്നേഹിച്ചത്. പക്ഷെ ഒരിക്കലും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അമ്മയുടെ കണ്ണുനീരും വിഷമമൊക്കെ കണ്ട ശിവ ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് ഒരു അച്ഛനെന്നുള്ള ഇഷ്ടം ഒരിക്കലും തോന്നിയിട്ടില്ല. ജസ്റ്റ് സംസാരിക്കും, എൻ്റെ ആവശ്യങ്ങൾ പറയും, ഒരു വയസ്സ് വരെ. തിരികെ എന്നോട് ഓരോന്ന് പറയും. അതല്ലാതെ ഒരു ആത്മാർത്ഥ ഇഷ്ടമുണ്ടല്ലോ, അത് നമ്മുടെ അച്ഛനോട് തോന്നിയ ഇഷ്ടം, അതെനിക്ക് അയാളോട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യാതെ സത്യത്തിൻ്റെ ഒപ്പം നിന്നത്. അയാൾക്ക് വേണ്ടി ഒരു ചെറു വിരൽ പോലും മനക്കാരൻ ഞാനിവിടെ ഇരിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തു, അയാൾ ശിക്ഷിക്കപ്പെടണം. അത്രത്തോളം അയാൾ എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കട്ടെ ജീവിതകാലം മുഴുവൻ, എന്നിട്ട് അവിടെ കിടന്നതിനെ മരിക്കട്ടെ. കാരണം എൻ്റെ അമ്മയുടെ അടുത്ത് കിടക്കാൻ പോലും അയാൾക്ക് യോഗ്യതയില്ല. അവൻ ദേഷ്യത്തോട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ സമാധാനിപ്പിച്ചു. ഞാൻ ഇനിയൊരു കാര്യം നിന്നോട് അങ്ങോട്ട് ചോദിക്കട്ടെ? അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് പരിഭവമുണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവളും അവനെ നോക്കി. ഞാൻ അത്രയും നിന്നെ വേദനിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. ചെറു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ഒരിക്കലും ഇല്ലേട്ടാ, വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഏട്ടനോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല. ഇനി തോന്നുകയുമില്ല. കാരണം എൻ്റെ മനസ്സിൽ നിറയെ ഏട്ടനാ. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാ. അവൾ ചിരിയോടെ പറഞ്ഞു നിർത്തി. ശിവ, ഒരുപക്ഷെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നിന്റെ അടുത്ത പ്ലാൻ? നീ മറ്റൊരാളെ വിവാഹം കഴിക്കുമായിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചു. അറിയില്ല, ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാൾക്ക് ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഏട്ടനെ സ്നേഹിച്ചതുപോലെ എനിക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. അത്രയ്ക്കും മനസ്സിൽ ആഴത്തിൽ പറഞ്ഞു പോയത് ആദിയേട്ടൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവർ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. ശിവ, നമുക്ക് വെള്ളത്തിലിറങ്ങിയാലോ? മൗനത്തെ ഭേദിക്കാൻ എന്ന പോലെ ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇപ്പോഴോ? അവൾ ചിരിയോട് ചോദിച്ചു. അതൊന്നും സാരമില്ല, വാ. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും എഴുന്നേൽപ്പിച്ചു. പിന്നെ വെള്ളത്തിനടുത്തേക്ക് നടന്നു. അവൻ്റെ കൈ പിടിച്ച് അവളും അവിടേക്ക് നടന്നു. കുറച്ചു നിമിഷം ആ തിരയിൽ അവർ ഓടിക്കളിച്ചു. പെട്ടെന്ന് അവൻ അവളെ ഒന്ന് എടുത്തു പൊക്കി. അയ്യോ ആദ്യേട്ടാ, വിട്, എനിക്ക് പേടിയാകുന്നു. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. എന്നാൽ അവൻ ചിരിയോടെ അവളെ എടുത്ത് കറക്കുകയായിരുന്നു. വലിയ തിരകൾ വന്നു, ചെറിയ തിരകൾ വന്നു. അത് ഓരോന്നും അവരുടെ ഇരുവരുടെയും ശരീരത്തെ നനച്ചുപോയി. അവർ ഇരുവരുടെയും ചിരിയും സന്തോഷവും അവിടെ മുഴുകിക്കേട്ടു. ഒരുപാട് നേരം അവർ പരസ്പരം ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം തിരയിൽ നിന്നും കയറി. അവരാകെ നനഞ്ഞു കുതിർന്നിരുന്നു. ശിവ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയുള്ള ആദ്യം കാണുന്നത്. തനിക്ക് വേണ്ടി ആദ്യം ഇത്രയൊക്കെ മാറിയെന്നോർത്തതും അവൾക്ക് വളരെ സന്തോഷം തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി എന്തോ ആലോചിച്ചു ചിരിക്കുന്ന അവളെ കണ്ടതും അവനും പുഞ്ചിരിച്ചു. ശിവ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും പെട്ടെന്ന് സ്വപ്നത്തിൽ എന്ന പോലെ അവൾ ഞെട്ടി. പിന്നെ അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. എന്താ ശിവ നീ ഇങ്ങനെ നോക്കുന്നേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് ചുമലനക്കി. അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് അവളുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന്റെ ആകാരവടിവ് നല്ലതുപോലെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ഏതൊരു പുരുഷനെ പോലെയും അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ പെട്ടെന്ന് അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു. പോകാം ശിവ, അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഐ ലവ് യു ആദ്യേട്ടാ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് അങ്ങനെയുള്ളൊരു വാക്കും പ്രവൃത്തിയും അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഞെട്ടിപ്പോയി. ഇനി പോകാം, അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു.
അവൾ നാണത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചതും അവൻ അവളെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിലേക്ക് വന്നിരുന്നു. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ശിവ. മുറിയിലേക്ക് വന്നതും അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ ചിരിയോടെ തലയാട്ടിയിട്ട് അലമാരയിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൻ അപ്പോഴും അവൾ പറഞ്ഞ വാക്കിലും അവളുടെ ആ പ്രവൃത്തിയിലും ആലോചനയോടെ നിൽക്കുകയായിരുന്നു. അതൊക്കെ ഓർക്കും തോറും അവന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അവൻ പെട്ടെന്ന് നനഞ്ഞ ഷർട്ടും പാൻറ്റും മാറ്റിയിട്ട് തൽക്കാലത്തേക്ക് മറ്റൊരു ഡ്രസ്സ് എടുത്തിട്ടു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളും തിരികെ അവനെ നോക്കി ചിരിച്ചു. ഉറങ്ങിക്കോ ശിവ, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും താൻ അവനെ കിസ് ചെയ്തിട്ടും തിരികെ അവനൊന്നും പറയാത്തത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവൻ തിരികെ എന്തെങ്കിലും പറയുമെന്ന് അവൾ കരുതിയത്. എന്നാൽ ഇത്ര നേരമായിട്ടും അവനിൽ നിന്നും ഒന്നും ലഭിക്കാഞ്ഞതും തന്നോട് ഉറങ്ങാൻ പറഞ്ഞതുമൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറി കതകടച്ചതും അവൾ കട്ടിലേക്ക് കിടന്നു. അവൻ കുളിച്ചിട്ടിറങ്ങിയപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയിരുന്നു. അവൻ തൻ്റെ ടവൽ കസേരയിലേക്ക് വിരിച്ചിട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. ശിവ, ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയ കാര്യമാ ഇന്ന് നീ എന്നോട് പറഞ്ഞത്. അത് ആദ്യം നിന്നോട് പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാനത് പറയുമ്പോൾ പാറുവിൻ്റെ എല്ലാ ഓർമ്മകളും നശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത് പറയാഞ്ഞത്. നീ അത് എന്നോട് പറഞ്ഞിട്ടും ഞാൻ തിരികെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാഞ്ഞതും അതുകൊണ്ടാണ്. നാളെ ഞാൻ നിൻ്റെ വിഷമം തീർത്തിരിക്കും. നിന്നെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതുവരെയുള്ള സങ്കടം മാത്രമേ നിനക്കുണ്ടാവുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയുടെ സൈഡിലായിട്ട് ചുണ്ടുകൾ ചേർത്തു. അത് കിട്ടിയതും അവൾ ഉറക്കത്തിലെന്ന പോലെ ഒന്ന് ചിണുങ്ങി. കാശിനാഥ, തൻ്റെ നഗ്നമായ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ ഞെട്ടി. പിന്നെ സംശയത്തോടെ അവളെ നോക്കി. എന്താ വിളിച്ചേ? അവൻ സംശയത്തോടെ ചോദിച്ചു. കാശിനാഥാന്ന് അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എടി, എൻ്റെ പേര് വിളിക്കുന്നോ? അവൻ അവളുടെ ചെവിയിൽ പിടിച്ച് കിഴുക്കി. ആ സോറി കാശേട്ടാ, വിട്, വേദനിക്കുന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പിടിവിട്ടു. എനിക്ക് വേദനിച്ചു. അവൾ ചെവിയിൽ തിരുമ്മിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. വേദനിച്ചോ? ഒരുപാട് വേദനിച്ചോ? അവൻ കുസൃതിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി. വേദനിച്ചു. അവൾ അവനെ നോക്കി ചുണ്ടുകൾ ചുളുക്കി. കാശിയേട്ടൻ വേദന മാറ്റിത്തരാവേ. അതും പറഞ്ഞ് അവൻ അവളെ തലേണിയിലേക്ക് മാറ്റിക്കിടത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. കാശിയേട്ടാ, എനിക്ക് ഇക്കിളിയാകുന്നു. അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കാശിയേട്ടാ, അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു. അവൻ സംശയത്തോടെ വീണ്ടും നോക്കി. എന്നാ എനിക്കൊരു വാവയെ തരുന്നേ? അവൾ ചിരിച്ചു. പാറുവിന് എപ്പോഴാ വാവേ വേണ്ടത്? അപ്പം തരാം. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഉടനെ തരുമോ? അവൾ കുറുമ്പോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉടനെയോ? അത് വേണ്ട, പാറുക്കുട്ടി ഇപ്പോൾ കുഞ്ഞല്ലേ, കുറച്ചും കൂടി വളരട്ടെ. ഞാൻ കുഞ്ഞാണോ? അവൾ ചോദിച്ചുകൊണ്ട് സംശയത്തോടെ വീണ്ടും നോക്കി. പിന്നെ എൻ്റെ കുഞ്ഞല്ലേ? അവൻ ചിരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴേനി വളരുന്നേ? അവൾ കുറുമ്പോട് ചോദിച്ചു. പാറുവിന് ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ പാറു വളരും. അപ്പോൾ കാശിയേട്ടൻ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞു പാറുവിനെ തരും, പോരെ? അവൻ അവളോട് ചോദിച്ചു. മതി. അപ്പോൾ അതുവരെയോ? അവൾ ആലോചനയോടെ വീണ്ടും ചോദിച്ചു. അതുവരെ എൻ്റെ പാറു ഈ കാശിയേട്ടൻ്റെ കുഞ്ഞാ. അപ്പോൾ അതുവരെ എൻ്റെ കുഞ്ഞ് മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത മാസം മുതൽ കോളേജിൽ പോവല്ലേ, അപ്പം മിടുക്കിയായിട്ട് പഠിക്കണേ. അവൻ വീണ്ടും പറഞ്ഞു. പഠിക്കാം. ശിവേച്ചി ഉണ്ടല്ലോ എനിക്ക് കോളേജിൽ കൂട്ട്. അവൾ ചിരിച്ചു. ആ ഉണ്ട്. എന്തുണ്ടെങ്കിലും ശിവയോട് പറഞ്ഞാൽ മതി കേട്ടോ. അവൾ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ശിവ മാത്രമല്ല, ഇവിടെ ചെല്ലുമ്പോൾ പാറുവിന് ഒരുപാട് കൂട്ട് കിട്ടും. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പാറു കോളേജിലൊക്കെ പോകുമ്പോൾ നല്ല ആൺകുട്ടികളെയൊക്കെ കാണില്ലേ, പാറുവിൻ്റെ പ്രായത്തിലുള്ളതും മറ്റുമായിട്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ കാശിയേട്ടനെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് പാറുവിന് തോന്നുമോ? അവൻ ചോദിക്കുന്നത് കേട്ടതും അവളുടെ മുഖം വീർത്തു വന്നു. ഞാൻ വെറുതെ ചോദിച്ചതാ. അവളുടെ മുഖം വീർത്തിരിക്കുന്ന കണ്ട് അവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കാശിയേട്ടൻ്റെ പാറുവായാൽ മതി. എന്നും ഇങ്ങനെ എൻ്റെ കാശിയേട്ടനെ കെട്ടിപ്പിടിച്ചുറങ്ങാനാ പാറുവിനിഷ്ടം. അവൾ ചിരിയോട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അത്രയേ ഉള്ളൂ? അവൻ കുറുമ്പോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത്രയേ ഉള്ളൂ, പോയേ. അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയതും അവനും ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ശിവയായിരുന്നു രാവിലെ ആദ്യം കണ്ണു തുറന്നത്. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളെ ബലമായിട്ട് പിടിച്ചിരിക്കുന്ന ആ കൈകളെ കണ്ടത്. ആദ്യം അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ മുറുക്കി പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു. അത് കണ്ടതും അവൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി. അവൻ തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണല്ലോ എന്ന് കരുതിയപ്പോൾ അവൾക്ക് സന്തോഷവും, തലേന്ന് രാത്രി താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടും അവൻ തിരികെ ഒരു അക്ഷരം പോലും പോസിറ്റീവായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് അതിലുപരി വിഷമവും തോന്നി.
അവൾ അവൻ്റെ കൈകൾ മാറ്റിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ പെട്ടെന്നുള്ള പിടിയിൽ അവളൊന്ന് ഞെട്ടി. വീണ്ടും അവൾ അവൻ്റെ കയ്യിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവനിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആദ്യേട്ടാ, തനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് അവനെ വിളിച്ചു. അവൻ ഉറക്കത്തിൽ എന്ന പോലെ ഒന്ന് മൂളി. ആദ്യേട്ടാ, സമയം ദേ ഒരുപാടായി, ഞാൻ എഴുന്നേൽക്കട്ടെ, അവൾ ദയനീയമായി പറഞ്ഞു. 5 മിനിറ്റ്സ് കൂടി ശിവ, ഇങ്ങനെ നിന്നെ ചേർത്ത് പിടിച്ച് കിടക്കാൻ നല്ല സുഖമുണ്ട്. അവൻ ഉറക്കത്തിൽ എന്ന പോലെ അവളോട് പറഞ്ഞതും അറിയാതെയെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശിവ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. അവൻ പറഞ്ഞതും അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ ശ്രദ്ധിച്ചു. നിനക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. ചന്ദനത്തിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ അങ്ങനെ എന്തോ ഒരു തരം സ്മെല്ല്. അവൻ പറയുന്നത് കേട്ടതും അവൾക്ക് ചിരി വന്നു. ആദ്യേട്ടനത് ഇഷ്ടമാണെന്നാണോ ഇഷ്ടമല്ലെന്നാണോ അവളും തിരികെ ചോദിച്ചു. ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്. അതല്ലേ ശിവയെ ചേർത്ത് പിടിച്ചിങ്ങനെ കിടക്കാൻ എനിക്ക് വീണ്ടും വീണ്ടും തോന്നുന്നേ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ ആദ്യേട്ടനോട് മനസ്സ് തുറന്നൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ആദ്യേട്ടൻ എനിക്ക് തിരികെ അതിനൊരു മറുപടി തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇഷ്ടമാകാഞ്ഞിട്ടാണോ എനിക്കതിന് മറുപടി തരാത്തത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു.